കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. വരവൂർ പാലക്കൽ ക്ഷേത്ര പരിസരത്ത് മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയതായി പരാതി. അക്രമം നടത്തിയ വരവൂർ വടക്കേതിൽ വീട്ടിൽ ചന്ദ്രന്റെ മകൻ സനീഷിനെതിരെ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകി. വരവൂർ പാലക്കൽ ക്ഷേത്രക്കുളത്തിന് സമീപം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 12-13 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. വടക്കേതിൽ വീട്ടിൽ സനീഷ് കുട്ടികളെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും കുട്ടികളുടെ ഫുട്ബോൾ കളി തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതിയുള്ളത്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാടത്ത് വെള്ളം നിറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കളിച്ചായിരുന്നു. ഇവിടെ കളി കഴിഞ്ഞിട്ട് കുളത്തിൽ കുളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ്. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സനീഷ് പറഞ്ഞൊരു ഏട്ടൻ മദ്യപിച്ച അബോധാവസ്ഥയിൽ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങളുടെ നിന്ന് ബോൾ പിടിച്ച് വാങ്ങി. ഒരു ചെക്കൻ്റെ ഷോൾഡർ പിടിച്ച് വലിക്കുകയും അമ്മയ്ക്ക് വിളിക്കുക, അച്ഛനെ വിളിക്കുകയൊക്കെ കുറേ സംഭവം ഉണ്ടായി. ഞങ്ങളതിനെ മർദ്ദിക്കാൻ വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മാമേനെ വിളിച്ചു. മാമേനെ വിളിച്ചിട്ട് മാമ വന്ന് കളിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇവിടെ മാമയായിട്ട് അലമ്പുണ്ടാക്കാൻ വന്നു. അടിയായി. അങ്ങനെ ഏട്ടന്മാരെ കൂടി ആൾക്കാർ വന്നു. എന്നിട്ട് അടിച്ചു. ഏട്ടനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നത്തിലിടപെട്ട പ്രദേശവാസികൾക്ക് നേരെയും ലഹരി ഉപയോഗിച്ചിരുന്ന ഇയാൾ ആക്രമണം നടത്തിയതായി പരാതിയുണ്ട്. മുൻപ് സമാനമായ രീതിയിൽ ലഹരി ഉപയോഗിച്ച വയോധികനെ ആക്രമിച്ചതിന് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ സനീഷിന്റെ പേരിൽ കേസുണ്ട്. സംഭവത്തിൽ സനീഷിനെതിരെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്നലെ വൈകുന്നേരം ഒരു 5:30 ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ പിള്ളേർ പോയി വേനൽക്കാലത്തോടെ പാടത്ത് കളിച്ചിരുന്നു. പോയി മഴയായപ്പോൾ ഇവർ ഇവിടെ കളിക്കാറുണ്ട്. ഒരു കുറച്ച് നേരം സമയം അവർ പഠനം കഴിഞ്ഞ് വന്നാൽ കളിക്കുന്നതാണ്, സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 5:35 സമയത്ത് ഇതേപോലെ എനിക്ക് ഇങ്ങനെ വിളി വരുന്നു. അങ്ങനെ സംഭവം ഇവിടെ ഒരു കള്ള് കുടിച്ചിട്ട് ബോധാവസ്ഥയിലൊരു പയ്യൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ തല്ലാൻ വരികയാണ്, അച്ഛനും അമ്മേനൊക്കെ തെറി വിളിക്കുന്നു, ഞങ്ങളെ തല്ലുന്നു, ബോൾ പിടിച്ചു വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വിളി വരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് അന്വേഷിച്ചു. ഞാനും അന്വേഷിച്ചും കൂടി വന്ന് അന്വേഷിച്ചപ്പം അപ്പോൾ ഞങ്ങളുടെ മേലെ ആക്രമിക്കാൻ വരികയുണ്ടായി. ഒരു ഉന്തും തള്ളും വഴക്കും തിക്കും തിരക്കിൻ്റെ സംഭവം പോയി. വളരെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഉള്ളൊരു പയ്യനാണ്. സ്ഥിരമായിട്ട് മുൻപ് 2 വർഷം മുന്നേ ഇതേപോലെ തന്നെ ഈ പയ്യൻ നമ്മുടെ ഇവിടെ വരൂർ ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ രാമംകുളം അമ്പല പരിസരത്ത് വെച്ചിട്ട് വയോധികനായ പശുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ആക്രമിച്ച് താടിയെല്ലൊക്കെ പൊട്ടിച്ചിട്ട് നിലവിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്കെതിരെ ഒരു കേസുണ്ട്. അപ്പം സ്ഥിരമായിട്ട് ലഹരിക്ക് അടിമപ്പെട്ട് ഒരു ബോധപൂർവമായിട്ട് അപകടങ്ങൾ അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഉള്ളത്. ഈ പ്രദേശത്ത് പോയി കുട്ടികളൊക്കെ ഒരു വൈകുന്നേരം നമ്മളിപ്പം ഒരു പൊതുവായിട്ട് ഗവൺമെൻറ്റും എല്ലാവരും കൂടി ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ലഹരിയാവാൻ കളിയിടങ്ങളോടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ തരത്തിലുള്ള കുഞ്ഞു മക്കളാണ്. 10, 12, 15 വയസ്സൊക്കെ പരമാവധി പ്രായമുള്ള കുട്ടികളാണ്. അവർക്കെതിരെയാണ് ആ തല്ലാനും കൊല്ലാനും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആക്രമിക്കുന്ന തരത്തിലേക്കൊരു ശീലം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇപ്പം ചെറുതുരുത്തി സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സമാന സ്വഭാവത്തിലുള്ള കേസ് തന്നെയാണ് പെരുവമ്പട്ടി സ്റ്റേഷൻ ഇവർക്കെതിരെ ഉള്ളത്. വായ തോന്നിയത് മുഴുവൻ വിളിച്ചു. ഈ കുഞ്ഞു മക്കളുടെ മുന്നിൽ അത്രയും മോശമായ രീതിയിൽ സഭ്യമല്ലാത്ത ഭാഷ, അതും ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചിട്ട് അത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നത്, അതായത് നിൽക്കുന്ന ആളുകൾ പോലും കേട്ട് നിൽക്കാൻ നിറയ്ക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ഈ കുഞ്ഞു പിള്ളേരോട്, നമ്മളോട് ഉൾപ്പെടെ. നമ്മൾ അതിനകത്ത് പ്രതികരിക്കാൻ വേണ്ടി പോയില്ല. പിന്നെ നമ്മളെ തല്ലാൻ വന്ന രീതിക്കകത്ത് നമ്മൾ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി തയ്യാറായതും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായത്. റൈറ്റ് വിഷൻ ന്യൂസ്, വരവൂർ. കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയതിളക്കത്തിന്റെ 29ാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKGയിലേക്കും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു. കൂടാതെ ഈ വർഷം മുതൽ 6ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം, വാഹന സൗകര്യം, ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സംവിധാനവും. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.